എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ബ്ലാക്ക് സെറ്റ്സു അവനിപ്പോ മാധുരയുടെ പവർ അത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്തെടുത്ത് സാക്ഷാൽ കാഗുയെ അവിടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു. കാഗുയെ കണ്ട് ഒരു സെക്കൻഡ് എല്ലാവരും ഫ്രീസായി അങ്ങനെ നോക്കി നിൽക്കും. നറൂട്ടോയും സാസുകയും അത് കണ്ട് ഫ്രീസായിട്ട് നിൽക്കും. ഉടനെ കാഗുയ അവളാണെങ്കിൽ സാസുകയെയും നറൂട്ടോയെയും അവർ രണ്ടുപേരെയും സ്കാൻ ചെയ്യും. അവരുടെ പവർ അതവൾ മനസ്സിലാക്കി സാസുകയെയും കുട്ടപ്പനെയും അങ്ങനെ വലിച്ചെറിയും. അതിനുശേഷം അവളുടെ മുടി വെച്ച് അവർ രണ്ടുപേരെയും അറിഞ്ചം പൊറഞ്ച അറ്റാക്ക് ചെയ്യും. സാസുകയാണെങ്കിൽ അവന്റെ ചിത്തോരി പവർ എടുത്ത് അവനെ കൊണ്ട് പറ്റും പോലെ അവളുമായിട്ട് ഫൈറ്റ് ചെയ്യും. സാസുകയാണെങ്കിൽ കാഗുയയുടെ മുടി അതങ്ങനെ വെട്ടി വീശും. ഇവിടെ കാഗുയ അവള് നറൂട്ടോയെ വലിച്ചെറിഞ്ഞ് അങ്ങനെ സ്ലോ മോഷനിൽ മുൻപോട്ട് നടന്നു വരും. സാക്കുറയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവളാണെങ്കിൽ കണ്ണിമ വെട്ടാതെ കാഗുയെ നോക്കും. കാഗുയയുടെ സ്റ്റൈലും മുടിയൊക്കെ കണ്ട് അവൾ വണ്ടടിച്ച് നിൽക്കുകയാണ്. കാക്കാഷിക്കാണെങ്കിൽ ആളുടെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. സാക്കുറ എന്തെങ്കിലും ചെയ്താ ഉറപ്പായിട്ടും കാഗുയ അവളെ കൊന്നു കളയും. സോ സാക്കുറ ദയവ് ചെയ്ത് നീ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കാക്കാഷി ആളിപ്പോ അവളെ സമാധാനിപ്പിക്കും. കാഗുയ പറയും ഇവർ രണ്ടുപേരും എന്തിനേയും ആശ്രയമാണ്. എന്റെ മക്കളുടെ പവറാണ് ഇവരുടെ ബോഡിയിലെ രണ്ടുപേരിലും എനിക്ക് കാണാൻ കഴിയുന്നത്. സാക്കുറയാണെങ്കിൽ ശ്വാസം വലിച്ചുവിടും. കാരണം നറൂട്ടോയും സാസുകയും അവർക്ക് രണ്ടുപേർക്കും വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അവർ രണ്ടുപേരും സേഫാണ്. പക്ഷെ അപ്പോഴും അവൾക്ക് മനസ്സിലാകാത്ത കാര്യം മാധുര എങ്ങനെയാണ് ഈ ഒരു ലേഡിയായി മാറിയത് എന്നാണ്. ഇവിടെ സാസുകയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. സേജ് ഓഫ് സിക്സ് പാത്ത് അവന് പവർ കൊടുത്ത കാര്യങ്ങളൊക്കെ ഒരു സെക്കൻഡ് അവൻ ആലോചിക്കും. കട്ട് ചെയ്ത കാക്കാഷി മാസ്റ്റർ ഇപ്പൊ ഒബിറ്റോയെ നോക്കി നിൽക്കുകയാണ്. ആൾക്ക് ജീവനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കാക്കാഷി മാസ്റ്റർ ആള് കാഗുയോട് ചോദിക്കും നിങ്ങളുടെ ലക്ഷ്യം അതെന്താണ്? അതിന് കാഗുയ ചിരിക്കും. കാഗുയ പറയും എന്റെ ലക്ഷ്യം ആ നിഞ്ചു ആണ്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ചക്ര പവർ. ആക്ച്വലി ഇതെല്ലാം എന്റേതാണ്. ഈ പവറും ലോകവും ജനങ്ങളും ഒക്കെ തന്നെ എന്റേതാണ്. ഞാനാണ് ഈ പവർ മുഴുവൻ എല്ലാവരിലേക്കും എത്തിച്ചത്. ഇനി ഈ ഒരു ലോകം അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇതെന്റേതാണെന്ന് പറഞ്ഞ് അവിടെ വലിയൊരു അഗ്നിപർവ്വതം അതങ്ങനെ പൊട്ടിത്തെറിപ്പിച്ച് ഒരുപാട് ലാവ അവിടെ ഒഴുക്കാനായിട്ട് തുടങ്ങും. ലാവയിലേക്ക് വീണ ഉറപ്പായിട്ടും കത്തിക്കരിഞ്ഞു പോവും. നമ്മുടെ ആൾക്കാർ പേടിച്ച് വളരെ സേഫ് ആയിട്ട് ഓരോ ഭാഗത്തേക്ക് മാറി നിൽക്കും. കാക്കാഷി സാക്കുറയോട് പറയും അത് യഥാർത്ഥ ലാവയാണ്, ഗെഞ്ചിപ്സു അല്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറയും. അതേസമയം സാസുക അവനവന്റെ സമരം ജിപ്സ് ഉപയോഗിച്ച് ഒരു പരുന്തിനെ ക്രിയേറ്റ് ചെയ്യും. അത് ഫുൾ സ്പീഡിൽ പറന്നു വന്ന് നറൂട്ടോയെ ക്യാച്ച് ചെയ്യും. മറ്റൊരു ഭാഗത്ത് കാക്കാഷി മാസ്റ്റർ ആളൊരു കയർ ലോക്ക് ചെയ്ത് അങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. സാക്കുറയെയും വളരെ സേഫ് ആയിട്ട് മറ്റൊരു കയ്യില് അങ്ങനെ ഇറുക്കി പിടിക്കും. കാക്കാഷി മറ്റൊരു കത്തി അത് വലിച്ചെറിഞ്ഞ് ഇപ്പൊ ഒബിറ്റോയെ സേവ് ചെയ്യും. ഇവിടെ കുട്ടപ്പനാണെങ്കിൽ ടെൻഷനായി സാസുകയോട് പറയും എത്രയും പെട്ടെന്ന് കാക്കാഷിയെയും സാക്കുറയെ രക്ഷിക്കണം. അതിന് സാസുക പറയും അവർ രണ്ടുപേരും ഇപ്പൊ സേഫാണ്. കാക്കാഷി മാസ്റ്റർ ആളെ തന്നെയും സാക്കുറയെയും ഒബിറ്റോയെയും അവർ മൂന്ന് പേരും അവരെ രണ്ടുപേരെയും ആളുടെ പവർ വെച്ച് ഓൾറെഡി സേവ് ചെയ്ത് കഴിഞ്ഞു. സാസുക നറൂട്ടോയോട് വളരെ കാര്യമായിട്ട് ഒരു കാര്യം പറയും. നമുക്ക് രണ്ടുപേർക്കുമാണ് സേജ് ഓഫ് സിക്സ് പാത്ത് ആളുടെ പവർ തന്നിരിക്കുന്നത്. നമ്മളിൽ ഒരാൾ മരണപ്പെട്ടാൽ തന്നെ പിന്നെ ആരെ കൊണ്ടും ഈ ലോകം തിരിച്ചു പിടിക്കാനായിട്ടാവില്ല. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സേഫ് ആയിട്ടിരിക്കുക എന്നതാണ്. അതിനുശേഷം എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി മാറിയ നമ്മുടെ ലോകം അത് തിരികെ പിടിക്കണം. കാഗുയെ തകർക്കാൻ നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ കഴിയൂ. അവളെ തകർത്തില്ലെങ്കിൽ മാനവരാശി അങ്ങനെയൊന്ന് ഇവിടെ ഉണ്ടാവില്ല. നമുക്ക് തൊട്ടടുത്താണ് കാക്കാഷി സെൻസായും സാക്കുറ ഉള്ളത്. അവരെ നീ കാണുന്നില്ലേ? ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോഴായിരിക്കും നറൂട്ടോയ്ക്ക് പിടികിട്ടുക സാസുക അവൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന്. ഇൻ കേസ് സാക്കുറയ്ക്കും കാക്കാഷി മാസ്റ്റർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ ഒന്നും അതിൽ ഇടപെടാനായിട്ട് പാടില്ല. ആദ്യം ഈ കാഗുയെ വേണം തകർക്കാൻ. നറൂട്ടോ പറയും എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. അപ്പൊ സാസുക അവൻ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. സാബുസയായിട്ടുള്ള ആ ഒരു ഫൈറ്റില് സാസുക അവൻ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കായി നറൂട്ടോയെ സേവ് ചെയ്തു. ആക്ച്വലി നറൂട്ടോയ്ക്കും സാസുകയ്ക്കും അവർക്ക് രണ്ടുപേർക്ക് തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ സംഭവിച്ചത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ സാക്കുറയും അതേ കാര്യം തന്നെയായിരിക്കും ചിന്തിക്കുക. സാസുക അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് എല്ലാവരെയും സേവ് ചെയ്തുകൊണ്ടേയിരുന്നു. ലാസ്റ്റ് ടൈം സാസുക അവൻ സുസാനെ ഉപയോഗിച്ച് നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെല്ലാവരും മാതൃ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഗെഞ്ചിപ്സൂല് വീണു പോയേനെ. കട്ട് ചെയ്ത
അടുത്ത സെക്കൻഡ് കാക്കാഷിയുടെ സ്ക്രോള് അതങ്ങനെ കേറി കാക്കാഷി മാസ്റ്ററും സാക്കുറയും അവർ രണ്ടുപേരും ആ ലാവയിലേക്ക് വീഴാൻ പോവാണ്. അത് കണ്ട നറൂട്ടോ അവനങ്ങനെ ചേറി പാഞ്ഞു വന്ന് രണ്ടുപേരെ സേവ് ചെയ്യും. അപ്പൊ കാഗുവയ്ക്കാണെങ്കിൽ അത് തീരെ സഹിക്കില്ല. അവളാണെങ്കിൽ ഇപ്പൊ അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഉടനെ സാസുക അവന്റെ സുസാനെ ക്രിയേറ്റ് ചെയ്ത് കാഗുയയുടെ അറ്റാക്കിൽ നിന്ന് ജസ്റ്റ് മിസ്സിന് ഇപ്പൊ രക്ഷപ്പെടും. പക്ഷെ കാഗുയ അവള് വിടാൻ തയ്യാറാവില്ല. വീണ്ടും വീണ്ടും അവർ അറ്റാക്ക് ചെയ്യും. കാഗുയയാണെങ്കിൽ ആ പരുന്നിന്റെ ചിറക് അതങ്ങനെ തകർത്ത് കളയും. അതിനെ കൊണ്ട് മുൻപോട്ട് പറക്കാൻ കഴിയാതെ ഇപ്പൊ എല്ലാവരും ആ ലാവയെ ലക്ഷ്യമാക്കി താഴേക്ക് പോവും. കാഗുയ വീണ്ടും ഒരുപാട് പരിശ്രമിച്ച് സാസുകയുടെ ചക്ര പവർ അതങ്ങനെ ഫ്രീസ് ചെയ്ത് കളയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോഴും ആ ഒരു ഗെഞ്ചിപ്സൂല് എല്ലാവരുടെയും ബോഡി തൂങ്ങിക്കിടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഹാസ്രാമ ആളിപ്പോ പതിയെ തല ഉയർത്തും. കാരണം ഹാസ്രാമയുടെ ബോഡിയിൽ മാതര കുത്തി ഇറക്കിയ ആ റാഡുകളൊന്നും ഇപ്പൊ കാണാനില്ല. ഹാസ്രാമ വണ്ടടിച്ച് ശരിക്കും എന്താ ഉണ്ടായേ? ആ റാഡുകള് അതെവിടെ പോയി? കട്ട് ചെയ്ത ടോബുരാമ അവൻ വലിയൊരു ചക്ര പവർ കണ്ട് അവിടേക്ക് കുതിച്ചു പായാണ്. വേറൊരു ഭാഗത്ത് തേർഡ് ഹോക്കാക ആളും ആ ഒരു പവറിനെ ലക്ഷ്യമാക്കി മുൻപോട്ട് വരും. അപ്പൊ അതേസമയം ഫോർത്ത് ഹോക്കാക മിനട്ടോ ആളുടെ ബോഡിയിലുണ്ടായിരുന്ന റാഡുകളെല്ലാം തന്നെ ഇപ്പൊ പതിയെ പതിയെ അങ്ങനെ ഇല്ലാതാവാൻ തുടങ്ങും. മിനട്ടോ ആണെങ്കിൽ ഇപ്പൊ പതിയെ എഴുന്നേക്കും. എനിക്ക് അവസാനമായിട്ട് ഒരിക്കൽ കൂടെ നറൂട്ടോയെ കാണണം. കട്ട് ചെയ്ത ഇവിടെ നറൂട്ടോ അവനാണെങ്കിൽ ആ സിക്സ് പാത്തിന്റെ പവറിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ ഉടനെ അവന്റെ ഒരു ക്ലൗഡിനെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം സാക്കുറയെയും കാക്കാഷ് സെൻസായും വളരെ സേഫായി അതിന്റെ കയ്യിൽ ഏൽപ്പിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത കാഗുയ അവളാണെങ്കിൽ അതെല്ലാം നോക്കി നിൽക്കുകയാണ്. ഇതെന്റെ മകൻ അഗോരയുടെ പവറാണ്, ഒരു കാരണവശാലും ഇത് ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവൾ ഫുൾ ഫോഴ്സിൽ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് ചേറിപ്പാഞ്ഞടുക്കും. വമ്പം പവർ എടുത്ത് ഇപ്പൊ നറൂട്ടോയും കാഗുയയും അവർ രണ്ടുപേരും പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അത് കണ്ട് സാസുകയാണെങ്കിൽ അവന്റെ സുസാനെ ഉപയോഗിച്ച് വലിയൊരു അമ്പ് കാഗുയയ്ക്ക് നേരെ നല്ല ഫോഴ്സിൽ അയച്ചു വിടും. പക്ഷെ കാഗുയ അവൾക്കാണെങ്കിൽ ഒരു കുലുക്കം ഉണ്ടാവില്ല. ഫുൾ പവറിൽ അങ്ങനെ നിൽക്കും. അത് ക്ലോസ് എത്തിയ ഉടനെ അവൾ സുസാനയുടെ പവർ അത് മുഴുവനായിട്ട് അബ്സോർബ് ചെയ്തെടുത്ത് സാസുകയെ അവനെ ചുരുട്ടിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയും. സാസുക ഇപ്പോ ആ ലാവയെ ലക്ഷ്യമാക്കി അങ്ങനെ പോവാണ്. അതിന്റെ ക്ലോസ് അടുത്ത് എത്തുമ്പോഴേക്കും ടെലപ്പോർട്ടേഷൻ ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ നറൂട്ടോയുടെ കാലില് അങ്ങനെ തൂങ്ങിക്കിടക്കും. സാസുക പറയും സുസാനയുടെ പവറും കാഗുയയുടെ മേലെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ രണ്ടുപേരെയും അവൾ തീർത്ത് കളയും. നറൂട്ടോ ആണെങ്കിൽ അവന്റെ പുറകിലുള്ള ഒരു കറുത്ത ബോള് അതൊരു ആംസ് പോലെ ക്രിയേറ്റ് ചെയ്ത് അവിടേക്ക് സാസുകയെ വലിച്ചു കയറ്റി സേഫ് ആയിട്ട് നിർത്തും. കട്ട് ചെയ്ത കാഗുയ അവൾ വേറൊരു പാത്തിലൂടെ നറൂട്ടോടെയും സാസുകയുടെ തൊട്ട് പിന്നിൽ വന്ന് അവരെ കഴുത്തെ പിടിച്ച് അങ്ങനെ മുകളിലേക്ക് ഉയർത്തും. അതിനുശേഷം അവൾ പൊട്ടിക്കരയാൻ തുടങ്ങും. അവരെ രണ്ടുപേരെയും കാണുമ്പോ അവൾക്ക് അവളുടെ മക്കളെ ആയിരിക്കും ഓർമ്മ വരിക. നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കളാണ്, എന്നിലേക്ക് തന്നെ തിരികെ വായോ എന്ന് പറഞ്ഞ് കാഗുയ അവരെ അവളുടെ അടുത്തേക്ക് പിടിച്ചു വലിച്ചടുപ്പിക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ ബ്ലാക്ക് സെറ്റ്സു അവനിപ്പോ കുട്ടപ്പന്റെയും സാസുകയുടെയും ബോഡി അങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ബ്ലാക്ക് സെറ്റ്സു അവനിപ്പോ നമ്മുടെ ആൾക്കാരോട് പറയും, ആക്ച്വലി ഞാനും കാഗുയയുടെ ഒരു മകനാണ്. അഗോറ അല്ലേ നിങ്ങൾക്ക് ഈ സിക്സ് പാത്തിന്റെ പവർ അത് തന്നത്? അവൻ ഈ പവർ അത് നിങ്ങൾക്ക് തന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ഈ പവർ ഉപയോഗിച്ച് എൻ്റെ അമ്മ കാഗുയയെ സീൽ ചെയ്യാൻ. ആക്ച്വലി നിങ്ങൾക്കൊരു കാര്യം അറിയോ? എൻ്റെ അമ്മയുടെ രണ്ട് മക്കള് അവർ ചേർന്നാണ് അമ്മയെ സീൽ ചെയ്തത്. അവർ രണ്ടുപേരും അമ്മയെ സീൽ ചെയ്യുന്ന സമയത്താണ് അമ്മ എനിക്ക് ജന്മം നൽകിയത്. ഈ ഒരു തിരിച്ചുവരവിന് വേണ്ടിയാണ് ഇത്രയും നാളും ഞാൻ കഷ്ടപ്പെട്ടത് എന്നവൻ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വിബിസോ.